ഒരു വിനോദസഞ്ചാരി കൂടി ശ്രീനഗറിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഹക്കീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹക്കീം, ഗുഡ് മോർണിംഗ്. ഹക്കീം, താങ്കൾ ഈ പഹൽഗാമിലേക്കുള്ള യാത്രയിലാണോ അതോ അവിടെ പോകാൻ പ്ലാൻ ചെയ്തിരുന്ന ആളാണോ? എന്താണ് വിവരം? ഞങ്ങൾ ഇന്ന് 6 മണിക്ക് ശേഷമായിരുന്നു അങ്ങോട്ടുള്ള ഷെഡ്യൂള്. അപ്പൊ ഇന്നലെ തന്നെ ഈ വിവരം അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര, പഹൽഗാമിലേക്കുള്ള യാത്ര റദ്ദാക്കി. നിങ്ങളുടെ സംഘത്തിൽ എത്ര ആൾക്കാരുണ്ട്? നാട്ടിലേക്ക് പോകണമെന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് 51 പേരുണ്ട് ഞങ്ങളുടെ സംഘത്തില്. ഓക്കെ, നിങ്ങൾ എത്ര മണിക്കാണ് അവിടെ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നത്? ഞങ്ങളിന്ന് 7 മണിക്കായിരുന്നു അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്, 7 മണിക്ക്. അപ്പോ അതെല്ലാം റദ്ദാക്കേണ്ടി വന്നു. ഇപ്പൊ എവിടെയാണ് ഉള്ളത്? കേൾക്കുന്നുണ്ടോ? ഹക്കീം കേൾക്കുന്നു. കന്യാർ എന്ന് പറയുന്ന കേൾക്കുന്ന ഇപ്പൊ കന്യാർ ശ്രീനഗറിൽ ആണുള്ളത്. ഇനിയിപ്പോ പഹൽഗാമിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? നാട്ടിലേക്ക് പോകണമെന്നാണ്. ഇല്ലല്ല, ഞങ്ങള് കാരണം കുറെ സ്ത്രീകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ഇതാണ് ഗ്രൂപ്പിൽ ഭൂരിപക്ഷം വന്നത്. അതുകൊണ്ട് ഞങ്ങള് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ വണ്ടി ഏൽപ്പിച്ചിരുന്നു. ആ വണ്ടികളൊക്കെ നാട്ടിലെ മുക്കം, കോഴിക്കോട് ജില്ലയിലെ മുക്കം, കൊടിയത്തൂർ, ചേന്നമംഗല്ലൂർ എന്ന് പറയുന്ന മനസ്സിലായി. അപ്പൊ എന്തായാലും ഹക്കീം, നിങ്ങൾ സേഫ് ആയിട്ട് യാത്ര ചെയ്യുക. പിന്നെ ഈ പഹൽഗാമിലെ വിവരങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ അറിയുന്നുണ്ടോ? ഞങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ മിലിറ്ററിന്റെ നല്ല സ്വാധീനമുണ്ട്. കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ കുറെയൊക്കെ ഓടുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളില്ല. പിന്നെ ടാക്സികൾക്കൊക്കെ നല്ല ചാർജാണ് ഇവര് 4 ഇരട്ടി 5 ഇരട്ടി ഒക്കെ ഈടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഹക്കീം സഞ്ചരിച്ചോണ്ടിരിക്കുകയാണോ നിങ്ങള്? ഞങ്ങളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കാം. ഞങ്ങൾക്കിപ്പോ കിട്ടി ഒരു 3 ട്രാവലർ ഏർപ്പെടുത്തി, 4 ഇരട്ടി ചാർജിൽ 3 ട്രാവലർ ഏർപ്പെടുത്തി, ഒരു കാറും ഏർപ്പെടുത്തി ഞങ്ങള് 51 പേര് യാത്ര തിരിക്കുകയാണ് ജമ്മുവിലേക്ക്. അവിടെ നിന്ന് ഫ്ലൈറ്റിൽ നിങ്ങൾ കൊച്ചിയിലേക്ക് വരും അല്ലെ? കോഴിക്കോടേക്ക് വരും? അതെ. അവിടെ നിന്ന് ഓക്കെ ഹക്കീം, എന്തായാലും സേഫായിട്ട് യാത്ര ചെയ്യുക. താങ്ക് യു.